ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. അപ്പോൾ ഒരു പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് വൈകിട്ടൊരു 7 മണി കഴിഞ്ഞു. നമുക്കിവിടെ ഒരു 7 മണി 7:15 ഇഷ നമസ്കാരം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് കയറിയതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു എക്സ്പെരിമെൻറ്റും കൂടിയാണ്, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് സക്സസ് ആവുകയും ചെയ്തിട്ടോ. അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ബ്രോസ്റ്റഡ് ചിക്കനും ഗാർലിക് ബ്രെഡുമാണ് കേട്ടോ. ഒരു ഒത്തൻറ്റിക് റെസിപ്പി ആണോ എന്നൊന്നും എനിക്കറിയില്ല, ഞാൻ യൂട്യൂബിൽ നിന്ന് കണ്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. എന്തായാലും മക്കൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കണേക്കായും നമുക്ക് വീട്ടിലതെങ്ങനെ ഉണ്ടാക്കാം, വളരെ സിമ്പിളായിട്ടെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം ഒരു 1 hour. അതിന് വേണ്ടിയിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നൂഡിൽസിൻ്റെ ഏതെങ്കിലും ഒരു മസാല, സോയാ സോസ്, മാഗി ക്യൂബ് ഒരെണ്ണം, ചില്ലി പൗഡർ, പെപ്പർ പൗഡർ, ടർമറിക്, ഇത്രയും ആഡ് ചെയ്തിട്ട് ഒരു 1 hour ചിക്കൻ മാറ്റി വെക്കണം. അതിനുശേഷം നമുക്കത് കോട്ട് ചെയ്യാനായിട്ട് കുറച്ച് പൗഡറുകൾ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ, അതിലേക്ക് അതേ സെയിം കപ്പിൽ തന്നെ കടലമാവ്, മുളക് പൊടി ആവശ്യത്തിന്, പെപ്പർ, സോൾട്ട്, ഇത്രയും നമ്മൾ മിക്സ് ചെയ്ത് വെക്കുക. എരിവിൻ്റെ അനുസരിച്ച് മുളക് പൊടിയൊക്കെ നമുക്ക് ആഡ് ചെയ്യട്ടെ. കുറച്ചൊരു എരിവുണ്ടെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ ഒരു മൈൽഡ് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതാണെങ്കിൽ ഒഴിവാക്കാം, കുറയ്ക്കാം, നമുക്ക് വേണമെങ്കിൽ കൂട്ടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ശേഷം അത് നല്ലപോലെ കോട്ട് ചെയ്തെടുത്തിട്ട് പച്ചവെള്ളത്തിൽ മുക്കണം. അത് നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെന്ന് കരുതുന്നു. കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കുക, അപ്പോൾ അതിലേക്ക് മുക്കുക. പിന്നെ അഗെയിൻ ആ പൊടിയിലേക്ക് പിന്നെയും കോട്ട് ചെയ്തെടുക്കുക. എന്നാലാണ് ആ കോട്ടിങ് കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ചെയ്യണം. അങ്ങനെ കോട്ട് ചെയ്ത് ചിക്കനൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിന് പെയർ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഗാർലിക് ചീസ് ബ്രെഡാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി മല്ലിയില നല്ലപോലെ ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ. എത്രയും ഫൈൻ ചോപ്പ് ചെയ്യാൻ പറ്റുമോ അത്രയും ചോപ്പ് ചെയ്തെടുക്കുക. അതിലേക്ക് ഗാർലിക് ഒരു 10-12 ഗാർലിക്, എനിക്കൊരു 10 ബ്രെഡെങ്കിലും വേണ്ട വന്നിട്ട് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കളിയെല്ലാം നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഒരു പ്ലാസ്റ്റിക് കവറിലൊക്കെ പൊതിഞ്ഞ് ആസിമിനെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകേണ്ട, ആളത് നല്ല എൻജോയ് ചെയ്യണമുണ്ടിട്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്താണ്. അപ്പോൾ ഗാർലിക്ക് നമുക്കൊരു 10-12 എണ്ണം ചുട്ടെടുക്കണം. വെറുതെ ചട്ടി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നല്ല ചൂടാക്കിയിട്ട് അതിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് കളറ് മാറി വരണ വരെ ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഗാർലിക് അവിടെ റെഡിയായി. എന്നിട്ട് മിക്സിയിലൊന്ന് ചോപ്പ് ചെയ്ത് എടുക്കുകയല്ല, കുറച്ചും കൂടി ഒന്ന് പേസ്റ്റ് ആക്കണം. എന്നാൽ ഫൈൻ പേസ്റ്റ് ആവുകയും ചെയ്യരുത്, ആ രീതിയിൽ വേണം ഗാർലിക് എടുക്കാൻ. ശേഷം അതിലേക്ക് ബട്ടർ ഇട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് വെക്കുക. അങ്ങനെ ബ്രെഡൊക്കെ ഞാനിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത മല്ലിയില, ഗാർലിക്, ബട്ടർ മിക്സ് നല്ല പോലെ അതിൽ തേച്ച് കൊടുത്തിട്ട് ഒരു ചട്ടി നല്ലോണം ചൂടാക്കി എടുക്കണം. ചൂടാക്കി എടുത്തതിന് ശേഷം ഫ്ലെയിം വളരെ ഏറ്റവും ലോ സിമ്മിലിട്ടതിന് ശേഷം ബ്രെഡ് അതിൽ വെച്ച് കൊടുക്കുക. പിന്നെ ബ്രെഡിൻ്റെ മുകളിൽ ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ്, ചീസ്, ഇത്രയും കാര്യങ്ങൾ ഇടണം. ഒറിഗാനോ, ചില്ലി ഫ്ലേക്സും ഇടാൻ ഞാൻ കുട്ടികൾക്ക് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ചീസ് മാത്രമാണ് കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുത്തപ്പോൾ ഇട്ടത്. അപ്പോൾ ഇക്ക സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല. മക്കളും ഞാനും ചില്ലി ഫ്ലേക്സും ഒറിഗാനോ ഒന്നും ഇടാതെ ചീസ് മാത്രം മുകളിലിട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചത്. പക്ഷേ ഒറിഗാനും ചില്ലി ഫ്ലേക്സും കൂടി വരുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളങ്ങനെ ചെയ്യണം. അപ്പോൾ ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് കോക്കനട്ട് ഓയിലാണ്, വെളിച്ചെണ്ണയിൽ തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ വിചാരിക്കും സൺഫ്ലവർ ഓയിലാണെന്ന്, പക്ഷെ അല്ല, വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കുക. അപ്പം നല്ല കറക്റ്റ് ടെക്സ്ചറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ, നന്നായിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി ഒന്ന് സ്പൈസി ആയാൽ കുറച്ചും കൂടി നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. കാര്യം ബ്രോസ്റ്റഡിന് എരിവൊന്നും ഉണ്ടാവാറില്ല, എന്നാലും കുറച്ചും കൂടി ഒരു എരിവ് വേണമെന്ന് എനിക്ക് തോന്നി. മുളക് പൊടി കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചൂടാറാതെ ഞാൻ ഫോയിൽ പേപ്പറിലൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷേ ഇത് വളരെ ശ്രദ്ധിക്കുക, ഉണ്ടാക്കി ഉടനെ കഴിക്കാൻ ശ്രദ്ധിക്കുക. ചൂടാറിക്കഴിഞ്ഞാൽ രണ്ടും വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ ഉടനെ മക്കൾക്ക് പോലും കൊടുക്കാതെ അപ്പം തന്നെ ഞാനറിഞ്ഞു ഒരു ബ്രെഡും 2 പീസ് ചിക്കനൊക്കെ എടുത്ത് വളരെ ആസ്വദിച്ച് ഞാൻ കിച്ചണിൽ തന്നെ ഇരുന്ന് കഴിച്ചു കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഒറിഗാനും ചില്ലി ഫ്ലേക്സും ഇട്ടിട്ടില്ല. അപ്പോൾ ഇക്കാക്കുള്ളത് ചൂടനെ ആൾ വരാറാവുമ്പോൾ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇക്കാക്കുള്ള ബ്രെഡിൽ മാത്രം ഒറിഗാനും ചില്ലി ഫ്ലേക്സും ചീസും കൂടി മുകളിലിട്ട് അങ്ങനെ ആൾക്കുള്ളതാണ് കേട്ടോ ഇപ്പോൾ ഈ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ ഇക്കായും വന്നു, ആളും കഴിച്ചു. എന്തായാലും ഈ വിൻ്റർ ടൈമിൽ നൈറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ യൂട്യൂബിലൊരു ജിനീസ് കിച്ചൺ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് കണ്ടതാണ് കേട്ടോ. എന്തായാലും താങ്ക്സ്. അപ്പോൾ അടിപൊളി റെസിപ്പി ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ ചെറിയൊരു വീഡിയോയും കൂടി ഉൾപ്പെടുത്തിയാണ്. അത് പിറ്റേ ദിവസം തന്നെ ഏർലി മോർണിംഗ് ഞങ്ങളൊന്ന് സൈക്ലിങ്ങിനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. മക്കളെല്ലാവരും നല്ല ഉറക്കമാണ്. അപ്പോൾ ആസിമിനെ ആക്കിയിട്ട് പോകുമ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും ഹംദാൻ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല, മോൻ നോക്കിക്കോളും. മോനൊരു ക്ലാസ് ഉണ്ടായിരുന്നു രാവിലെ, അപ്പോൾ അവനെ മാത്രം വിളിച്ചെണീപ്പിച്ചിട്ട് ഞങ്ങൾ ഒന്ന് സൈക്ലിങ്ങിന് ഇറങ്ങാം. വിൻ്റർ തുടങ്ങിയ അന്ന് മുതൽ വിചാരിക്കുന്നതാണൊന്ന് സൈക്ലിങ്ങിനൊക്കെ പോയിട്ട് വരാമെന്നുള്ളത്. പക്ഷേ ഇതുവരെ നടന്നില്ല. മോനിരുത്താൻ വേണ്ടിയിട്ട് സൈക്കിളിൽ സെപ്പറേറ്റ് ഒരു സീറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആൾ നല്ല ഉറക്കമായതുകൊണ്ട് വിളിക്കാനും തോന്നിയില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോയിൽ. അങ്ങനെ അത് വണ്ടിയിൽ ബാക്കിൽ ഫിറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ സെപ്പറേറ്റ് വാങ്ങിയതാണ്. അതൊക്കെ ഫിറ്റ് ചെയ്യലൊരു ചടങ്ങാണ് കേട്ടോ. അങ്ങനെ ഷാർജയിൽ അൽത്തൗൺ ആ ഏരിയയിലാണ്, ബീച്ച് സൈഡായിരുന്നു. ഒരു അടിപൊളി വൈബായിരുന്നു കേട്ടോ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് മടിയാണെങ്കിലും അവിടെ ചെന്നപ്പോൾ ഉള്ള ആ ഒരു വൈബും സൈക്കിൾ ചവിട്ടിയപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സുഖവും അതൊക്കെ ഒന്ന് വേറെ തന്നെയായിരുന്നു. ഒരുപാട് എൻജോയ് ചെയ്തിട്ടാണ്. മക്കളൊന്നും ഇല്ലാതെ നമുക്ക് മാത്രമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടൈമായിരുന്നു എന്തായാലും. അപ്പോൾ രാവിലെ മടി പിടിച്ച് വീട്ടിലിരിക്കാതെ പുറത്തേക്ക് ഇറങ്ങാൻ കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും ഇറങ്ങിക്കഴിയുമ്പോൾ ഉള്ളൊരു വൈബ് അത് വേറെ തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു 1.5 മണിക്കൂറോളം ഞങ്ങൾ ചവിട്ടി. പിന്നെ വണ്ടികളും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി. അപ്പോൾ പിന്നെ പയ്യെ പോരാമെന്ന് വിചാരിച്ചു. പിന്നെ പിള്ളേരും കൂടെ ഒറ്റയ്ക്കല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അപ്പോൾ ചെറിയൊരു വീഡിയോ ഇതിൽ ആഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പി ട്രൈ ചെയ്യുക. അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.